Go. ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ആപ്പ് സ്റ്റാറ്റസിലേക്ക് സ്വാഗതം. ഞാൻ അപർണ. അമേരിക്കയിലെ ഞങ്ങളുടെ ഒരു വീക്കെൻഡാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. സാധാരണ ഞങ്ങളുടെ ഒട്ടുമിക്ക എല്ലാ വീക്കെൻഡും ഇതുപോലൊക്കെയാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളൊരു 11:45 ആയപ്പോഴത്തേക്ക് ദേവുവിൻ്റെ വർക്ക്ഷോപ്പിലോട്ടാണ് ധൃതി പിടിച്ച് പോകുന്നത്. ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. ആർട്ട്, ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് ഒക്കെ അവിടെ കാണും. പക്ഷെ നമ്മൾ അത് പ്രീ ബുക്ക് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ കേട്ടോ. മോക്ക് ഇന്ന് ലൗസിൽ ആയിരുന്നു വർക്ക്ഷോപ്പ്. അപ്പോൾ അതിൻ്റെ ടൈം കിട്ടിയത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരാണെങ്കിൽ നമുക്ക് ഏപ്രിന്, ഗാഗിള്, ഹാമറ്, ക്രാഫ്റ്റിൻ്റെ കിറ്റൊക്കെ തരും കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ പോയപ്പം ഏപ്രിനും ഗാഗിൾസും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ടാണ് പോയത്, വേറെ വാങ്ങിക്കണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അതിൽ ഹാമർ മാത്രം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും, ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൂൾസ്, ഫർണിച്ചറിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് ദേവുന് കിട്ടിയ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സി സോക്കർ ഷൂട്ട് ഔട്ട് ഗെയിം സെറ്റപ്പ് ആയിരുന്നേ ഉണ്ടാക്കേണ്ടത്. ബേസിക്കലി പറഞ്ഞാൽ സോക്കർ ഗെയിമിൻ്റെ ഒരു ഗ്രൗണ്ടും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഏരിയ ഒക്കെ ആയിരുന്നു ഉണ്ടാക്കേണ്ടത്. ഓരോ തവണയും ഡിഫറെൻറ്റ് ക്രാഫ്റ്റ് ആയിരിക്കും അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പല പല പീസസ് ആയിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നത്. എന്നിട്ട് അതിൽ നമുക്ക് അവരൊരു ബുക്ക്ലെറ്റും തരും കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പ്രധാനമായിട്ടും അവരുടെ മോട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഹാമർ പിടിക്കുന്നത് എങ്ങനെയാണ്, അത് അടിക്കുന്നത് എങ്ങനെയാണ്, സ്ക്രൂ ഒക്കെ കയറ്റുന്നത് എങ്ങനെയാണ്, ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചെയ്യുമ്പോഴത്തേക്ക്. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഇവർ ഇതുപോലെ വർക്ക്ഷോപ്പ് വെക്കാറുണ്ട്. അപ്പോൾ ഓരോ മാസത്തിലും വേറെ വേറെ ഐറ്റം ആയിരിക്കും അവർ കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റും അവർ തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതായിരുന്നു. അങ്ങനെ ഓരോ ഐറ്റം ഉണ്ടാക്കുമ്പോഴും അവരോരോ ബാഡ്ജ് വീതം കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ നമ്മളൊരു 6 ബാഡ്ജ് ഏൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു സീനിയർ ബിൽഡർ ബാഡ്ജ് കരസ്ഥമാക്കാൻ പറ്റും. നമുക്കത് കിട്ടും. അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു ടൂൾ ബാഗ് ഒക്കെ അതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതാണ് ഈ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഐറ്റം കംപ്ലീറ്റ് ചെയ്ത് കഴിയാറാവുമ്പോഴത്തേക്കായിരിക്കും അവർ ആ ബാഡ്ജ് തരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ സ്റ്റിക്കേഴ്സും കാണും. അപ്പോൾ നമ്മളിത് ഫുള്ള് ഐറ്റംസ് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്റ്റിക്കേഴ്സും എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ഇത് പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ആവും ആ ഒരു സംഭവം മൊത്തം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഈ ഒരു ഗെയിം തന്നെ ആണെങ്കിൽ 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് അതിലൊരു ബോൾ തന്നിട്ടുണ്ട്, അതിങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റും. അവരുടെ ഗോൾ പിറ്റിലോട്ട് അടിച്ചാൽ ജയിക്കും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ ലൗസിൻ്റെ സൈഡിൽ തന്നെ അവരുടെ നേഴ്സറി ഉണ്ട്, പ്ലാന്റിൻ്റെ നേഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അത് ഈ ഒരു പുള്ളിക്കാരനെ കണ്ടത്. ഹലോവിനൊക്കെ അടുത്ത് വരാറായി കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതുപോലുള്ള രസകരമായിട്ടുള്ള കുറേ ഡെക്കറേഷൻസ് ഒക്കെ വന്നു തുടങ്ങും കേട്ടോ. നീ നോക്കിക്ക്. Just pair your phone or device to DJ Webs, and he will spin your favorite musical webs till the break of dawn. Don't let the ghouls and ghosts in the graveyard miss out on the soulful sounds rising out of your haunted house. $2.99 വാങ്ങിച്ചാലോ ദേവ്? വാങ്ങിക്കട്ടെ? വാങ്ങിക്കണോ? വേണോ വേണ്ടയോ?
നമ്മുടെ ആ നഴ്സറിയുടെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ക്യൂട്ട് മൊയലിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കരുതിയത് അതൊരു ഒറിജിനൽ പുല്ല് വെച്ചിട്ട് അവരുണ്ടാക്കിയെന്നാണ്. പക്ഷേ നമ്മളത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെന്ന്. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. കുറേ ഗാർഡനൊക്കെ ഉള്ള ആൾക്കാർക്ക് വീടിൻ്റെ ഒക്കെ വെക്കാനും നല്ല രസമായിരിക്കും അത്. അല്ലെങ്കിൽ ഫ്രണ്ട് യാർഡിലൊക്കെ വെക്കാനും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത് എൻ്റെ എപ്പോഴും ഞാൻ വന്നാൽ അവിടെ തിരയുന്നത് എന്താണെന്ന് വെച്ചാൽ കറി ലീഫിൻ്റെ പ്ലാന്റ് ഉണ്ടോയെന്നാണ്. പക്ഷേ അത് മാത്രം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എപ്പോഴും അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ആരാണെന്ന് അറിയത്തില്ല, വരുന്നതിന് മുന്നേ അത് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഭയങ്കര വിഷമിച്ച് ഞാനിങ്ങനെ ഇറങ്ങി. പിന്നെ കുറേ നാളായിട്ട് തേടുക, കിട്ടാതെ അത് ശീലമായി. പിന്നെ ഞാൻ അവിടെ വേറെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നോക്കാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുവാണ് എടുക്കും. പക്ഷേ ഇത്തവണ അതൊക്കെ ഭയങ്കര കുറവായിരുന്നു. സമ്മർ തുടങ്ങിയ സമയത്ത് കുറേ ഉണ്ടായിരുന്നു പ്ലാന്റ്സ്. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി വെളിയിൽ വന്നപ്പോഴാണ് അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് പപ്പായയുടെ മരമൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ വാഴ, പിന്നെ ചെറിയ മുളകൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മുളക് കണ്ടാൽ തോന്നും കാന്താരിയാണെന്ന്, പക്ഷെ അതല്ല കേട്ടോ. ഇത് അധികം എരിയില്ലാത്ത ടൈപ്പ് മുളകാണ്. അപ്പം എന്നിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് അതെല്ലാം ഓടി നടന്നൊന്ന് കണ്ടു, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഞാൻ അങ്ങനെ എല്ലാം ഒന്നും വാങ്ങിച്ചില്ല, വലിയ വലിപ്പമുള്ളതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ നേരം ആയല്ലോ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പിന്നെ ഹൗസിൽ വന്നു. അപ്പോൾ ഏകദേശം 1:30-2 മണിയായി കേട്ടോ. അപ്പോൾ നല്ല വിശപ്പായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു ഇന്ന് ലഞ്ച് വെളിയിൽ നിന്ന് കഴിക്കാമെന്ന്. കാവാന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇവിടെ, അവിടുന്ന് കഴിക്കാമെന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു മെഡിറ്ററേനിയൻ ഒരു ഫാസ്റ്റ് ഫുഡ് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഇത് ഹെൽത്തിയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത മീൽസ് ആയിരിക്കും അവർക്കുള്ളത്. കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിന് പറയുന്നത് തന്നെ ബിൽഡ് യുവർ ഓൺ ബൗൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ബൗള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബേസിക്കലി റൈസ്, ചിക്കന് അല്ലെങ്കിൽ സാലഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ബൗൾ ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പം നമ്മൾ എടുക്കുന്ന ഐറ്റംസിനനുസരിച്ചായിരിക്കും അതിൻ്റെ വിലയും വരുന്നത്. ഏകദേശം ഒരു $12-17 അകത്തൊക്കെ ആ ഒരു ബൗളിന് നമുക്ക് വിലയും വരാറുണ്ട്. ഒരുപാട് വെറൈറ്റി ഡിപ്പ് ആൻഡ് ടോപ്പിങ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതാ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇതുപോലത്തെ കുറേ എന്താ പറയുക കടകൾ ഇവിടെ ഉണ്ട്. പ്രധാനമായിട്ടും ചിക്പോട്ട്ലെ, സബ്വേ ഒക്കെ ആണെങ്കിൽ മറ്റേ ബ്രെഡ് വെച്ചിട്ടായിരിക്കും. ഇത് നമ്മൾ റൈസ് അങ്ങനത്തെ ഐറ്റം വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് റൈസാണ് വെജിറ്റബിൾ ആണെന്ന് വെച്ച് ടേസ്റ്റ് ഇല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഡിപ്പും സോസും ഒക്കെ അടിപൊളിയാണ്. അപ്പം മോളാണെങ്കിൽ മോക്കും ഹസ്ബൻഡിനും ആണെങ്കിൽ ജ്യൂസും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങി കേട്ടോ. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ടാണ് അതൊന്നും എടുക്കാഞ്ഞത്. പിന്നെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഒരു പീറ്റ ബ്രെഡ് വാങ്ങിക്കാം കേട്ടോ. ഒന്നെങ്കിൽ ലോ സ്പൈസ്, നോർമൽ, സ്പൈസി, അങ്ങനെ 3 തരത്തിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പം ഞങ്ങൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് അതും വാങ്ങിച്ചു കേട്ടോ. ദേവുനാണെങ്കിൽ വെറും റൈസും ചിക്കനും പിന്നെ ഇച്ചിരി ലെറ്റൂസും കൂടെ ഇട്ടിട്ട് ചീസും ഇട്ടിട്ട് ഒരു ബൗളാണ് റെഡി ചെയ്ത് കൊടുത്തത്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് കോസ്കോയിലോട്ടാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഷോപ്പിംഗ് ഒക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ മൊത്തത്തിൽ എല്ലാ ഷോപ്പിങ്ങും തീർക്കാമെന്ന് അങ്ങ് വിചാരിക്കുക കേട്ടോ. അപ്പോൾ സാധാരണ കയറി വരുന്ന സൈഡിലൊക്കെ ഡ്രസ്സൊന്നും അധികം വെക്കാറില്ല, കുറച്ച് അകത്താണ്. പക്ഷെ ഇന്ന് അങ്ങ് കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഡ്രസ്സൊക്കെ കണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അകത്തോട്ട് പോകാമെന്ന് വെച്ചേ. അപ്പോൾ കുറേ സ്ലീപ്പ് വെയേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതിനു മുന്നേ ഞാൻ അതിൻ്റെ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ ഇത് നോക്കി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു പാറ്റേൺ നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പം അതുപോലെ തന്നെ വേറൊരെണ്ണം കണ്ടതെന്ന് വെച്ചാൽ വിൻ്ററിൻ്റെ ഷർട്ട്, അത് നല്ല രസമുണ്ട്. വിൻ്ററിൽ ഇടാൻ പറ്റുന്ന ഷർട്ട്. അപ്പോൾ അകത്താണെങ്കിൽ നമ്മുടെ വൂളൻ മെറ്റീരിയൽ, അപ്പം നമുക്ക് തണുപ്പ് അധികം അടിക്കത്തില്ല, നല്ല ആയിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
അവിടുന്ന് നേരെ നമ്മൾ സോഫ സെറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് പോകുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റത്തിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇന്ന് പ്രധാനമായിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ സോഫ മാറ്റാൻ സമയമായിട്ടുണ്ട് നമ്മൾ അപ്പോൾ റേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചു. പക്ഷെ ഇപ്പം നല്ല വില കൂടുതലാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും എടുക്കുന്നില്ല. പിന്നെ ദേവുവിൻ്റെ ഡ്രസ്സൊക്കെ ഉള്ള സ്ഥലത്ത് എപ്പോഴും പോയി നോക്കും കേട്ടോ. പക്ഷെ ഓഫറൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ കുറച്ച് മുന്നേ നമ്മൾ വാങ്ങിയതും ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു കേട്ടോ. ഈ ഡോളൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല വലിപ്പമുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇതൊക്കെ നമുക്ക് നല്ല രസമായിരിക്കും അതിൻ്റെ ഇങ്ങനെ കിടക്കാൻ നേരത്തൊക്കെ അത് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കാൻ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പം ഹലോവിൻ സെലിബ്രേഷനൊക്കെ തുടങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ, അത് ഒക്ടോബറിലൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇപ്പം അതിൻ്റെ കുറേ ഐറ്റംസൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഒക്ടോബറിലേ ഉള്ളൂ, എന്നാൽ ഇപ്പോഴേ വന്നു എല്ലാം. പിന്നെ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ വെജിറ്റബിള് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഇത് ലാസ്റ്റ് സെക്ഷനിലേ ഇവർ വെക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, നമ്മളിതെല്ലാം കണ്ട് ഇതിൽ നിന്നെല്ലാം സാധനം വാങ്ങിയിട്ടായിരിക്കും അവിടെ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അതിനൊന്നും വഴങ്ങാതെ നമ്മൾ നേരെ ഇതൊക്കെ കണ്ടെങ്കിലും അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. നേരെ ഫ്രൂട്ട്സിൻ്റെ ആ സെക്ഷനിൽ പോയിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നോക്കി കേട്ടോ. അപ്പം അവിടെ ആണെങ്കിൽ പിന്നെ പാൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് വാങ്ങിയില്ല, ഇല്ലെങ്കിൽ അതും വാങ്ങിക്കും. മുട്ടയും ഉണ്ടായിരുന്നു, മുട്ട വാങ്ങി. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ആണെങ്കിൽ ഏത്തപ്പഴം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് വാങ്ങിക്കുവാണ്. ഏത്തപ്പഴമായിട്ട് കിട്ടത്തില്ല, കായ കിട്ടും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പഴിപ്പിക്കും, അതും വാങ്ങിച്ചു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് വെജിറ്റബിളും ഒക്കെ വാങ്ങി, ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മെയിനായിട്ട് വെള്ളമാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ബോട്ടിൽ വാട്ടറാണ് കുടിക്കുന്നത് ഇവിടെ. അപ്പോൾ അതും ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. സത്യത്തിൽ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഹസ്ബൻഡിന് മട്ടണും ബീഫും വാങ്ങിക്കാൻ തോന്നിയതുകൊണ്ട് നമ്മൾ നേരെ പോയത് ഇന്ത്യക്കാരുടെ ഒരു കടയുണ്ട്, അതാണ് അപ്ന ബസാർ എന്ന് പറഞ്ഞ്. അവിടെ ഈ മെയിൻലി ഹലാൽ ചിക്കന് മീറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ US സ്റ്റോഴ്സിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ മട്ടൺ ആയിരിക്കത്തില്ല, ലാമ്പായിരിക്കും കിട്ടുന്നത്. അപ്പം മട്ടണായിട്ട് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പം നമ്മളവിടെ വന്നപ്പം എന്നാൽ ബീഫും വാങ്ങിക്കാമെന്ന് വെച്ചാൽ അത് രണ്ടും വാങ്ങിയിട്ട് പിന്നെ നമ്മൾ അങ്ങ് തിരിച്ചു പോവായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീക്ക്ലി വ്ളോഗ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു, ബൈ.